ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. എന്താണ് ഈ പാസീവ്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അവനെ കണ്ടു, അവനെ സഹായിച്ചു, അവനെ രക്ഷിച്ചു. ഈ വാചകങ്ങളാണ് പാസീവ്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വാക്കുകൾ രണ്ട് രീതിയിൽ പാസീവായിട്ട് പറയാൻ പറ്റും. ഉദാഹരണം, അവനെ ശിക്ഷിച്ചു അല്ലെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. രണ്ടും ഒരേ അർത്ഥം. അവനെ ശിക്ഷിച്ചു, അവൻ ശിക്ഷിക്കപ്പെട്ടു. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികള്, അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ വധിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള വാചകങ്ങൾ മാത്രമാണ് പാസീവ് എന്ന് കരുതുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള വാക്കുകൾ കുറവാണ് മലയാളത്തില്. കൂടുതലും നമ്മൾ അവനെ സഹായിച്ചു, അവനെ കൊണ്ടുവന്നു, അവനെ കണ്ടു, അവനെ കൊണ്ടുപോയി, അവനെ പഠിപ്പിച്ചു, ഇങ്ങനെയാണ് കൂടുതലായിട്ടും പറയുക. മറ്റൊരു കാര്യം, എല്ലാ വെർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ കഴിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണമായി, അവൻ ഉറങ്ങി. അവനെ ഉറങ്ങി എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല, ഇംഗ്ലീഷിലും പറയില്ല. ഈ കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നതിന്റെ പാസീവ് വാചകങ്ങളാണ്. ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഞാൻ വരാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്, അവൻ വരാറുണ്ട്, ഇങ്ങനെ പറയുന്നതാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോമാണ്, പ്രസന്റ് ഫോമാണ് ഉപയോഗിക്കുക. ഞാൻ എഴുതാറുണ്ട്, ഞാൻ സഹായിക്കാറുണ്ട്, അങ്ങനെ പറയുന്നത്. ഈ വാചകം ഉണ്ടാക്കുന്ന രീതി, സബ്ജക്റ്റ് ഉപയോഗിക്കും. അതിന്റെ കൂടെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബി എന്ന വെർബിന്റെ പ്രസന്റ് ഫോമിലുള്ള രൂപങ്ങളായ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ, ഇവ വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കും. പിന്നെ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കും. ആം എന്നുള്ളത് ഐക്ക് വേണ്ടി മാത്രമാണ്, നമ്മളത് കണ്ടു കഴിഞ്ഞു. ഈ ക്ലാസ്സുകളിൽ കാണുന്നത് സിംഗുലർ ആണ് ഈസ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു. അവനെ തിരഞ്ഞെടുക്കാറുണ്ട്, ഹി ഈസ് ചോസൺ. അതിന്റെ ചോദ്യം, അവനെ തിരഞ്ഞെടുക്കാറുണ്ടോ? അവനെ തിരഞ്ഞെടുക്കാറുണ്ടോ? ഈസ് ഹി ചോസൺ. ഇന്ന് നമ്മൾ കാണുന്നത് നെഗറ്റീവ് വാചകമാണ്, അവനെ തിരഞ്ഞെടുക്കാറില്ല. ഇതിലെ വെർബ് ഈസ് ചോസൺ എന്നുള്ളതാണ്. ഇതിലെ വെർബ് ഈസ് ചോസൺ. നെഗറ്റീവ് ഉണ്ടാക്കാൻ ഈസിനും ചോസണിനും ഇടയ്ക്ക് നോട്ട് വെച്ചാൽ മതി. He is not chosen. He is not chosen. അവനെ തിരഞ്ഞെടുക്കാറില്ല. നമുക്കറിയാം is notന്റെ ഷോർട്ട് ഫോം ആണ് isn't. isn't. അതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. He isn't chosen. He isn't chosen. അവനെ തിരഞ്ഞെടുക്കാറില്ല. He isn't chosen. അവനെ തിരഞ്ഞെടുക്കാറില്ല. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് നോക്കാം. He isn't chosen. അവനെ തിരഞ്ഞെടുക്കാറില്ല. പഴയത് ഓർക്കുന്നുണ്ടോ? He doesn't choose. He doesn't choose. അവൻ തിരഞ്ഞെടുക്കാറില്ല. He isn't send. അവനെ അയക്കാറില്ല. പഴയത് He doesn't send. SEND. He doesn't send. അവൻ അയക്കാറില്ല. He isn't taught. അവനെ പഠിപ്പിക്കാറില്ല. പഴയത് He doesn't teach. He doesn't teach. അവൻ പഠിപ്പിക്കാറില്ല. He isn't helped. അവനെ സഹായിക്കാറില്ല. പഴയത് He doesn't help. He isn't told. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. He isn't told. അവനോട് പറയാറില്ല. പഴയത് He doesn't tell. He doesn't tell. അവൻ പറയാറില്ല. ഇതും പ്രത്യേകം ശ്രദ്ധിക്കണം. He isn't asked. He isn't asked. അവനോട് ചോദിക്കാറില്ല. പഴയത് He doesn't ask. He doesn't ask. അവൻ ചോദിക്കാറില്ല. നേരത്തെ പഠിച്ചതും ഇപ്പോൾ പഠിക്കുന്നതും ഒരുമിച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് കുറെ കൂടി സൗകര്യമായിരിക്കും. ഈ വാചകം നോക്കാം. He isn't told. അവനോട് പറയാറില്ല. എന്തിന്? To study well. നന്നായി പഠിക്കുവാൻ അവനോട് പറയാറില്ല. He isn't told. അവനോട് പറയാറില്ല. എന്തിന്? To study well. നന്നായി പഠിക്കുവാൻ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. He isn't told to study well. He isn't told to come here. ഇവിടെ വരുവാൻ അവനോട് പറയാറില്ല. He isn't told to come here. ഇതുപോലുള്ള വാചകങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് ഷീ വെച്ച് നോക്കാം. ഇതെല്ലാം സിംഗുലറാ. സിംഗുലറിന്റെ കൂടെയാണ് ഈസ് നോട്ട് ഉപയോഗിക്കുക. നെഗറ്റീവ് വാചകമാണ്. ഷീ isn't chosen. അവളെ തിരഞ്ഞെടുക്കാറില്ല. പഴയത് ഷീ doesn't choose. അവൾ തിരഞ്ഞെടുക്കാറില്ല. She isn't send. അവളെ അയക്കാറില്ല. പഴയത് she doesn't send.
അവൾ അയക്കാറില്ല. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതും ഷീ ഈസ് ഇൻ ടോൾഡ്, അവളോട് പറയാറില്ല. ഷീ ഈസ് ഇൻ ടോൾഡ്, അവളോട് പറയാറില്ല. ഷീ ഈസ് ഇൻ ആസ്ക്ഡ്, അവളോട് ചോദിക്കാറില്ല. ഷീ ഈസ് ഇൻ ടോൾഡ് ടു സ്റ്റഡി വെൽ, നന്നായി പഠിക്കുവാൻ അവളോട് പറയാറില്ല. ഷീ ഈസ് ഇൻ ടോൾഡ് ടു സ്റ്റഡി വെൽ. ഓക്കെ, ആ രീതിയിലും പ്രാക്ടീസ് ചെയ്യണം. രാജു ഈസ് ഇൻ ചോസൺ, രാജുവിനെ തിരഞ്ഞെടുക്കാറില്ല. പഴയത് രാജു ഡസിൻ ചൂസ്, രാജു തിരഞ്ഞെടുക്കാറില്ല. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. സീത ഈസ് ഇൻ ചോസൺ, സീതയെ തിരഞ്ഞെടുക്കാറില്ല. പഴയത് സീത ഡസിൻ ചൂസ്, സീത തിരഞ്ഞെടുക്കാറില്ല. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്, സിംഗുലർ, ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈസിന്റെ വയ്ക്കുന്നത് നെഗറ്റീവ്. മൈ ഫ്രണ്ട് ഈസ് ഇൻ ചോസൺ, മൈ ഫ്രണ്ട് ഈസ് ഇൻ ചോസൺ, എന്റെ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാറില്ല. പഴയത് മൈ ഫ്രണ്ട് ഡസിൻ ചൂസ്, മൈ ഫ്രണ്ട് ഡസിൻ ചൂസ്, എന്റെ കൂട്ടുകാരൻ തിരഞ്ഞെടുക്കാറില്ല. ഇവിടെയും വയ്ക്കാം. മൈ ഫ്രണ്ട് ഈസ് ഇൻ ടോൾഡ് ടു സ്റ്റഡി വെൽ, മൈ ഫ്രണ്ട് ഈസ് ഇൻ ടോൾഡ് ടു സ്റ്റഡി വെൽ, നന്നായി പഠിക്കുവാൻ എന്റെ കൂട്ടുകാരനോട് പറയാറില്ല, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനോട് നന്നായി പഠിക്കുവാൻ പറയാറില്ല. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. പാസീവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്താലേ ഇത് ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റും. രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്താലേ തിരുത്താൻ പറ്റും. തെറ്റ് പറ്റുമ്പോൾ ബോറടിക്കുകയില്ല. ഇനി വെബ്സിന് ലിസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കുക, പുതിയ വെബ്സ് പഠിക്കണം. അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കുക. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ നെറ്റിൽ നിന്ന് നമുക്ക് കിട്ടും, അതൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകൾ. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു, അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും
ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇന്ന് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ അവസാനത്തേതും ആയ 16ാമത്തെ ലിസ്റ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ വെർബിന്റെ ഫോംസില് 4 ഫോംസ് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവ പഠിക്കണം നിർബന്ധമായിട്ടും. മറ്റൊന്നുള്ളത്, ഇംഗ്ലീഷിലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഉച്ചാരണത്തിലും സ്പെല്ലിങ്ങിലും. അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കുക. പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. ആദ്യം കൊടുത്തിട്ടുള്ളത് പ്ലൂറലാണ്. എസ് അല്ലെങ്കിൽ എസ് ഒക്കെ ഉള്ളതാണ് സിംഗുലർ. അർത്ഥം ഒന്ന് തന്നെയാണ്. തുടങ്ങാം. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, സിംഗ്, സാങ്, സങ്, swim, swam, swum, ring, rang, rung, sing, sang, sung, shrink, shrank, shrunk, swing, sprang, sprang. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വെവ്വേറെ രീതിയിലാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഒക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കണം. ഒത്തിരി ഉപയോഗിക്കുന്നതാണെന്ന് ഓർക്കുക. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അവ കാണാം. ബാങ്ക്, ബാങ്ക്ഡ്, ബാങ്ക്ഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്, കോം, കോംഡ്, കോംഡ്, ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്, ക്രഷ്, ക്രഷ്ഡ്, ക്രഷ്ഡ്, curl, curled, curled, fold, folded, folded, itch, itched, itched, need, needed, needed, object, objected, objected, obtain, obtained, obtained, order, ordered, ordered, peck, pecked, pecked, perform, performed, performed, permit, permitted, permitted, please, pleased, pleased, possess, possessed, possessed, pour, poured, poured, provide, provided, provided, release, released, released, rely, relied, relied, surround, surrounded, surrounded. ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളാണ്. അതുകൊണ്ട് ഇവ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കുക, അർത്ഥമൊക്കെ പഠിക്കണം. ചില വെർബുകളിൽ നമ്മൾ കാണുന്ന പോലെ സിംഗുലർ ഉണ്ടാക്കുമ്പോൾ IS എന്നൊക്കെ ചേർത്തിട്ടുണ്ടാകാം. അല്ലെ പാസ്റ്റിലും പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ ചിലപ്പോൾ ഡബിൾ അല്ലെ ചില ലെറ്റേഴ്സ് അക്ഷരങ്ങൾ ഇരട്ടിച്ചിട്ടുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും. ചിലപ്പോൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.